നൗഫലിൻ്റെ വീടിനകത്ത് അതിക്രമിച്ച് കയറിയാണ് ഇന്നലെ വസീഫും സംഘവും മാധ്യമങ്ങളെ കണ്ടത്. നൗഫലിന് കൈമാറിയ വീടാണല്ലോ. ആ വീട്ടിനകത്തേക്ക് കയറി ആരോട് ചോദിച്ചിട്ടാണ് ഇവർക്ക് പെരുമാറുന്നത്? ഞങ്ങൾ അവിടെ പോയത് നൗഫലുണ്ടോ എന്ന് ഉറപ്പുവരുത്തി നൗഫലുണ്ട് ഉള്ള വീട്ടിൽ മാത്രമാണ്. തൊട്ടപ്പുറത്ത് 87 നമ്പർ വീടുണ്ട്, അവിടെയും ലീക്കേജ് ഉണ്ട്. പക്ഷേ ആ വീടിൻ്റെ ഉടമസ്ഥൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവിടെ പ്രവേശിച്ചില്ല. കണ്ണയ്യൻ എന്ന് പറയുന്ന മറ്റൊരാൾ കൂടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ വീടിന് ലീക്കേജ് ഉണ്ട്, പക്ഷേ അദ്ദേഹം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവിടേക്ക് പ്രവേശിച്ചില്ല. എന്നാൽ ഡിവൈഎഫ്ഐക്കാരൻ ചെയ്തെന്നില്ല. അങ്ങനെയാണോ? നൗഫലിൻ്റെ വീട്ടിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു കോൺഗ്രസ്സുകാരനായ നൗഫലിൻ്റെ വീടിന് ചോർച്ചയുണ്ടാകും, അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് രാഷ്ട്രീയം പറയുമ്പോൾ വയനാട് പോലെ ഈ പ്രയാസം അനുഭവിച്ച ജനങ്ങൾക്ക് മുമ്പിൽ, ദുരന്തബാധിതരായ ജനങ്ങൾക്ക് മുമ്പിൽ ഇത്തരത്തിൽ രാഷ്ട്രീയം പറഞ്ഞതും അവരെ അപമാനിച്ചതും അവരെ അവഹേളിച്ചതും ശരിയായില്ല എന്ന അഭിപ്രായമാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. ഈ നൗഫലിനോടും കുടുംബാംഗങ്ങളോടും മാപ്പ് പറയാൻ ഡിവൈഎഫ്ഐയും മുഖ്യമന്ത്രിയും കെ രാജനും തയ്യാറാകണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അല്ല, അവിടെ രാജൻ്റെ സന്ദർശനമല്ല നമ്മുടെ പ്രശ്നം. രാജൻ മന്ത്രി എന്ന രീതിയിൽ സന്ദർശിക്കട്ടെ, അതിൽ ഞങ്ങൾ ആരും തെറ്റു പറയുന്നില്ല. പക്ഷേ മന്ത്രി എന്ന രീതിയിൽ സന്ദർശിച്ചിട്ട് അവിടെ ഒരു പൊറാട്ട നാടകം നടത്താൻ വേണ്ടി പാടില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, മന്ത്രി സന്ദർശിച്ചത് കൊണ്ടല്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ അവിടേക്ക് പോയത്. മാധ്യമങ്ങളിൽ തുടർച്ചയായി വന്ന വാർത്തയിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് നൽകിയ വീടുകളിൽ വിള്ളലുണ്ടെന്നും ചോർച്ചയുണ്ടെന്നുമുള്ള വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ആ സംഭവങ്ങൾ അവിടെ വീട്ടുടമസ്ഥനായ നൗഫലിനോടൊപ്പം തന്നെ ചെന്ന് നിന്ന് അത് കാണുകയാണ് ചെയ്തത്. മന്ത്രി പോയ സമയത്ത് നൗഫൽ അവിടെയുണ്ട്, നൗഫലിനോട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് നൗഫലിനാണല്ലോ, നൗഫലിനോട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. എന്നാൽ ഞങ്ങൾ പോയ സമയത്ത് നൗഫൽ അവിടെ ഉള്ള ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പമാണ് അവിടേക്ക് പോയത്. അദ്ദേഹത്തിൻ്റെ ആശങ്കയാണ് ഞങ്ങളോട് പങ്കുവെച്ചത്. ഇവിടെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഷ്രിങ്കേജ് ലീക്കാണ്, അത് പരിഹരിക്കുന്നതിന് വേണ്ടുന്ന നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ആ ലീക്ക് വന്നതെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ എല്ലാ വീടുകളിലും പോണ്ടിംഗ് ടെസ്റ്റ് നടത്തുന്നുണ്ടോ സർക്കാർ വ്യക്തമാക്കേണ്ടതാണ്. ഇനി മറ്റൊരു കാര്യം, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ്, പെയിൻറ്റിങ് കഴിഞ്ഞ്, വയറിങ് കഴിഞ്ഞ്, പ്ലംബിംഗ് കഴിഞ്ഞ്, മുകളിൽ സോളാർ പാനൽ സ്ഥാപിച്ച് വാട്ടർ ടാങ്ക് സ്ഥാപിച്ചു. വാർക്കയുടെ മുകളിൽ സോളാർ പാനലും വാട്ടർ ടാങ്ക് സ്ഥാപിച്ചു. പിന്നെ എങ്ങനെയാണ് ഈ ലീക്കേജ് ടെസ്റ്റ് പിന്നെയാണോ നടത്തേണ്ടത്? ഈ സോളാർ പാനലും വാട്ടർ ടാങ്കും ഒക്കെ സ്ഥാപിക്കുന്നതിന് മുമ്പ് നടത്തേണ്ട ടെസ്റ്റുകളല്ലേ? അപ്പോൾ ടെസ്റ്റ് നടത്താനുള്ള ഒരു മുന്നൊരുക്കം നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ലീക്ക് വന്ന ഘട്ടത്തിൽ ആളുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ പോണ്ടിംഗ് ടെസ്റ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ വിഷയമായിട്ടല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ജനതയെ കബളിപ്പിക്കുന്ന ഒരു പ്രവർത്തനം അവിടെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. 399 കോടി രൂപയുടെ കരാർ നൽകി. കരാറിന് വേണ്ടി അവിടെ ടെൻഡർ വിളിച്ചിട്ടില്ല. അവിടെ അതിൻ്റെ സ്പ്ലിറ്റപ്പിനെ പറ്റി ഇപ്പോഴും പറയുന്നില്ല. ഓരോ ഭവനത്തിന് എത്രയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പറയുന്നില്ല. അവിടെ മറ്റ് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട ഓരോ പ്രക്രിയയ്ക്കും എത്ര രൂപ വീതം ചെലവഴിക്കും എന്നുള്ളതിനെ പറ്റി ഇപ്പോഴും സർക്കാരോ ഊരാളുങ്കൽ സൊസൈറ്റിയോ പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു വലിയ കൊള്ള നടക്കുന്നുണ്ട്. ആ കൊള്ളയ്ക്ക് കൂട്ടുന്നതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ CSR ഫണ്ടിൽ നിന്ന് എന്നായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ പേരിൽ വയനാട് പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഓഫീസിൻ്റെ അക്കൗണ്ടിലേക്ക്, അങ്കമാലിയിലെ കാനറ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയിട്ടുള്ളത്. അങ്ങനെ ഒരു അക്കൗണ്ടിൽ പണം സ്വീകരിക്കുന്ന കാര്യം ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ പറഞ്ഞിട്ടില്ല, ഒരു സംഘടനകളോടും പറഞ്ഞിട്ടില്ല, സർക്കാരുകളോട് പറഞ്ഞിട്ടില്ല. മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റിൽ കൈമാറിയല്ലോ, പണം കൈമാറിയല്ലോ, അവരോട് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഓഫീസിൽ പണം സ്വീകരിക്കുന്നുണ്ട്, കാനറ ബാങ്കിൽ മറ്റൊരു അക്കൗണ്ട് ഉണ്ട്, ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഡിവൈഎഫ്ഐക്കാർക്ക് മാത്രം കിട്ടിയ ആനുകൂല്യമാണ്. അതിൻ്റെയൊക്കെ പുറകിൽ, ആ ആനുകൂല്യം ലഭിക്കുന്നതിൻ്റെ പുറകിലെ കാരണമെന്ന് പറയുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ക്രമവിരുദ്ധമായി പണം സമ്പാദിക്കാൻ അല്ലെങ്കിൽ ലാഭമെടുക്കാനുള്ള ഒരു അവസരം ഈ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. മന്ത്രി സന്ദർശിച്ചുകൊണ്ടല്ല ഞങ്ങൾ ആരും അവിടെ പോയത്. മന്ത്രി സന്ദർശിച്ചപ്പോഴും ഈ കാര്യങ്ങളെ ഒളിച്ചു വെക്കാൻ വേണ്ടി തന്ത്രപൂർവ്വം മന്ത്രി നടത്തിയ നാടകം അതാ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നതുകൊണ്ടാണ് അതിനെ വിമർശിക്കുന്നത്. അല്ല, അതിൽ ചാണ്ടി ഉമ്മൻ്റെ ആ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം മന്ത്രി കെ രാജൻ അത് അഭിമാനമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കൂടി യഥാർത്ഥത്തിൽ ആ തൊഴിൽ ചെയ്ത് ജീവിതോപാധി കണ്ടെത്തുന്ന വളരെ ആത്മാർത്ഥമായ ആ തൊഴിൽ ചെയ്യുന്ന ആളുകളെ അപമാനിക്കുന്നതിന് തുല്യമായി പോകും. കാരണം മന്ത്രി അത് അർഹിക്കുന്നില്ല.
അത്രത്തോളം പോലും മന്ത്രി അറിയിക്കുന്നില്ല. കാരണം മന്ത്രി അവിടെ ചെന്ന് ചെയ്ത കാര്യങ്ങൾ അത്തരത്തിലാണ്. അദ്ദേഹം ഒരു ടേബിൾ വലിച്ചിട്ട് ആളുകളുടെയൊക്കെ സഹായത്തോടു കൂടി അതിൻ്റെ മുകളിൽ കയറി അങ്ങനെ ഒരു പ്ലാസ്റ്ററിങ്ങിൻ്റെ വശങ്ങളിൽ മാത്രം ഉരച്ച് നോക്കി ലീക്കില്ല എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ആ പണി ചെയ്യുന്ന ആളുകൾക്കറിയാം, അത് കണ്ടാലറിയാം അവിടെ ലീക്കുണ്ടെന്നും അതിനെങ്ങനെയാണ് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതെന്നും. അതിന് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ എഞ്ചിനീയർമാരുടെ വൈദഗ്ധ്യമൊന്നും വേണ്ട. സാധാരണ കൽപ്പണിക്ക് പോകുന്ന വർഷങ്ങളായ തൊഴിലെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വാർക്കപ്പണി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അത് വളരെ വൈദഗ്ധ്യത്തോടു കൂടി അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ മന്ത്രിയെ സംബന്ധിച്ച് അതിപ്പോൾ ഒരു ക്ലീഷ പ്രയോഗം പോലെ ഞാനത് അഭിമാനമായി കാണുന്നു എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി മന്ത്രി അത് അഭിമാനത്തോടു കൂടി കാണുന്നു എന്നുള്ളത് ആ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അപമാനിക്കാൻ തുല്യമാണ്. അതുകൊണ്ട് ആ പ്രയോഗത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ആ പ്രയോഗം അത്തരത്തിൽ ഒരു ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതായിരിക്കില്ല. വസ്തുതാപരമായ തെളിവുകൾ ഞങ്ങൾക്ക് പോലും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് ഫേസ്ബുക്കിലിട്ട കമൻറ്റിലാണ്, പോസ്റ്റിലാണ്. സനോജ് പുറത്തുവിട്ട രേഖകളിൽ തന്നെയാണ് ഒരു കാര്യം വ്യക്തമായത്. CMDRFിലേക്കാണ് പണം കൈമാറുന്നത് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളിലേക്ക് തന്നെ പഴയ ആർക്കൈവ്സ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. 2025 മാർച്ച് മാസം 24 തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു യോഗത്തിൽ വെച്ച് CMDRFിലേക്ക് പണം കൈമാറുന്നതായ മോഡൽ ചെക്ക് ഉണ്ടാക്കി. ആ മോഡൽ ചെക്ക് സനോജും വസീഫും ചേർന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നുണ്ട്. പണം കൈമാറിയെന്ന് ഡിവൈഎഫ്ഐയും പറഞ്ഞു, പണം ലഭിച്ചുവെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. CMDRFിലേക്ക് ഡിവൈഎഫ്ഐയുടേത് ഉൾപ്പെടെ കിട്ടിയതാണ് 778 കോടി രൂപ എന്നാണ് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ CMDRFിലുള്ള 778 കോടിയിൽ ഡിവൈഎഫ്ഐയുടെ 20 കോടി ഇല്ല എന്നുള്ളതാണ് സനോജ് പുറത്തുവിട്ട രേഖകളിലൂടെ അന്ന് വ്യക്തമാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 2025 മെയ് മാസം 17 1 കോടി രൂപയുടെ 5 ട്രാൻസാക്ഷൻ അങ്കമാലിയിലെ കാനറ ബാങ്കിലുള്ള പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് ഡിവൈഎഫ്ഐ കൈമാറിയതായ 5 ട്രാൻസാക്ഷൻ്റെ രേഖകൾ ഡിവൈഎഫ്ഐ പുറത്തുവിട്ടത്. അതിനുശേഷം 2026 ജനുവരി മാസം 5 തീയതിയാണ് 15 കോടിയുടെ ഒരു ട്രാൻസാക്ഷനെ സംബന്ധിച്ച വിശദ വിവരങ്ങളും ഡിവൈഎഫ്ഐ തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ സനോജ് പുറത്തുവിട്ടത്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് 2025 മാർച്ച് മാസം 24 പിന്നെ കൈമാറി എന്ന് പറയുന്ന 20 കോടി ഏതാ? അന്ന് CMDRFിലേക്ക് കൈമാറി എന്ന് പറയുന്ന പണം പിന്നെ എങ്ങനെയാണ് 2025 മെയ്യിലും 2026 ജനുവരിയിലും വീണ്ടും കൈമാറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഡിവൈഎഫ്ഐ പോലൊരു യുവജന സംഘടനയ്ക്ക് എങ്ങനെയാണ് CSR ഫണ്ട് കൈമാറാൻ വേണ്ടി സാധിക്കുക? ആ റെസിപ്റ്റിൽ തന്നെ പറയുന്നത് മോഡ് ഓഫ് ട്രാൻസാക്ഷൻ CSR എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ഇവർക്ക് സാധിക്കുക? അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഡിവൈഎഫ്ഐ പിരിച്ച പണം സർക്കാരിലേക്ക് CMDRFിലേക്ക് 1 രൂപ പോലും കൈമാറിയിട്ടില്ല. എന്നിട്ട് കേരളത്തിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും CMDRFിൻ്റെ വിശ്വാസ്യത തകർക്കുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ പ്രചരണം നടത്തി. എന്നിട്ട് ഞങ്ങളെ വിമർശിച്ചു. എവിടെ പണമെന്ന് നിരന്തരമായി ചോദിച്ചു. ആ ചോദിക്കുന്ന ഘട്ടത്തിലൊന്നും തന്നെ ഈ പണം കൈമാറിയിട്ടില്ല. 2026 ജനുവരി മാസം 5 തീയതി വരെ ഡിവൈഎഫ്ഐയുടെ പണം കൈമാറിയിട്ടില്ല. അതുവരെ ആ പണം എന്തിനുപയോഗിച്ചു? ആ പണം ഇവരുടെ അക്കൗണ്ടിൽ സൂക്ഷിച്ചു. അതിൻ്റെ പലിശ വാങ്ങി എന്നുള്ളത് സമ്മതിച്ചാൽ മതി. ഇന്നലെ വസീബ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾ സമാഹരിച്ചതിനേക്കാൾ കൂടുതൽ 1,05,00,000 രൂപയാണ് യൂത്ത് കോൺഗ്രസ് സമാഹരിച്ചെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പണം ഞങ്ങൾക്ക് പലിശയായി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ വയനാട്ടിലെ ജനതയുടെ പേരിൽ പിരിച്ച പണത്തിൻ്റെ പലിശ എടുത്ത് തിന്നാൻ പാടുണ്ടോ ഡിവൈഎഫ്ഐക്കാരൻ? അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടുണ്ടോ ഡിവൈഎഫ്ഐക്കാരൻ? അപ്പോൾ അവർ പറഞ്ഞു വന്ന കാര്യം എന്താ? CMDRFിലേക്ക് പണം കൊടുത്തു എന്ന് പറഞ്ഞു. CMDRFിലേക്ക് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? CMDRFിന് വിശ്വാസ്യതയില്ലേ? ഇനി അങ്കമാലിയിലെ പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഓഫീസിലേക്കാണ് പണം കൊടുക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യം മറ്റ് സംഘടനകൾ അറിയിച്ചിട്ടില്ല? എന്തുകൊണ്ട് കർണാടക സർക്കാരിന് ഇത് ആനുകൂല്യം കൊടുത്തില്ല? മറ്റാരും തന്നെ സ്പോൺസർമാരായില്ല. അപ്പോൾ ഇതിലെല്ലാം തന്നെ വലിയ കള്ളക്കളി ഉണ്ടായിട്ടുണ്ട്. അത് പുറത്തു കൊണ്ടുവരും. UDF സർക്കാർ അധികാരത്തിലേക്ക് വന്നാൽ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംസ്ഥാനത്തിനകത്തുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷിക്കണം എന്ന് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യും. മാത്രമല്ല ഈ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് വേണ്ടി അവിടെ ടെൻഡർ പോലുമില്ലാതെ എങ്ങനെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഈ കരാർ കിട്ടി എന്നുള്ളതിനെ സംബന്ധിച്ചും അന്വേഷിക്കാൻ ആവശ്യപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.